നീ രാജാവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവനെ അവർ ക്രൂശിച്ചത്. നീ രാജാവാണോ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവന്റെ കണ്ണത്തടിച്ചത്. അതെ, അവൻ ദൈവപുത്രൻ എന്ന് മാത്രമല്ല, അവൻ എന്താണ് മഹാപുരോഹിതനും, അവൻ എന്താണ് ഭൂമിയുടെ ഏകാധിപതിയായിരിക്കുന്ന രാജാവുമാണ് തെളിയിക്കപ്പെട്ടുകൊണ്ട് അവനിതാ കോടാനുകോടി ദൂതന്മാരുടെ ആർപ്പോടും മഹാകാഹളത്തോടും കൂടെ വാനബിരിവിരിതാ വന്നണയുവാനുള്ള സമയമായിരിക്കുന്നു. അവന്റെ മുമ്പിൽ ഒരു മനുഷ്യനും പ്രിയപ്പെട്ടെ നിവർന്നു നിൽപ്പാൻ കഴിയത്തില്ല. ഒരു ഭൂരാജാക്കന്മാരിലും അവന്റെ മുമ്പിൽ എന്താണ് ഉന്നത ഭാവം കണിപ്പാൻ കഴിയത്തില്ല. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് ഇതാ സർവ്വഭൂമിയുടെയും ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോഴേ അവനിനി ക്രൂശിക്കപ്പെടുവാനല്ല, അവനിനി നിന്ന് ഏൽക്കുവാനല്ല. അവൻ പറയുന്നു, ഞാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പ്രാണന് വേണ്ടി എന്റെ സ്വന്തം പ്രാണനെ വിട്ടുകളഞ്ഞ എന്നെ വിശ്വസിക്കാത്തവരെ നിത്യനാശത്തിലേക്കും എന്നെ വിശ്വസിച്ച ഏത് പാപികളുണ്ടെങ്കിൽ അവരെ നിത്യരക്ഷയിലേക്കും ചേർക്കുവാൻ ദൈവത്തിന്റെ നീതിയായിട്ടും ചെങ്കോലുമായിട്ട് അവൻ മടങ്ങി വരുമ്പോഴേ അവന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ, അവസാനമില്ലാത്ത ചെങ്കോൽ. ആ മഹാരാജാവ് മടങ്ങി വരുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട, നമ്മൾ ഇന്നലെ ജനിച്ചവരാണ്, നാളെ മരിച്ചു പോകുന്നവരാണ്, വെറും പുഴുക്കളാണ്, വെറും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിച്ചും വെറും എന്താണ് അന്ധകാരം പിടിച്ച മതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ തമ്മിൽ ദോഷിക്കാതെ നിന്റെ പ്രാണന് വേണ്ടി സ്വയം തേച്ചു കളഞ്ഞ യേശു ക്രിസ്തുവിലേക്ക് നീ മനം തിരിയണം. അതേ, മാനസാന്തരപ്പെടണം.